ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് അവരുടെ മുഖമോ വസ്ത്രമോ ആയിരിക്കും. പക്ഷേ കുറച്ച് മിനിറ്റ് സംസാരിച്ചാൽ ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയെന്ന് ഒരു ധാരണ കിട്ടും. ഒരു നല്ല സംസാരം ഒരു നല്ല ബന്ധം സൃഷ്ടിക്കും. ഒരു തെറ്റായ സംസാരം വർഷങ്ങളായുള്ള ബന്ധം പോലും തകർക്കും. മുറിവ് ശരീരത്തിലാണെങ്കിൽ അത് സുഖപ്പെടും. പക്ഷേ വാക്കുകൾ കൊണ്ട് മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ പലപ്പോഴും വർഷങ്ങളോളം നിലനിൽക്കും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സംസാരത്തിലെ 10 മര്യാദകളെ കുറിച്ചാണ്. നമ്പർ 1, ആദ്യം കേൾക്കാൻ പഠിക്കൂ. പലരും സംസാരിക്കാൻ പഠിക്കുന്നു, പക്ഷേ കേൾക്കാൻ പഠിക്കുന്നില്ല. ആരെങ്കിലും സംസാരിക്കുമ്പോൾ സ്വന്തം മറുപടി എന്തായിരിക്കുമെന്ന് ആലോചിക്കുന്നതിന് പകരം അവർ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഒരു കുട്ടി, ഒരു സുഹൃത്ത്, ഒരു ജീവിത പങ്കാളി, ആരായാലും അവർക്ക് ഏറ്റവും വലിയ ബഹുമാനം ലഭിക്കുന്നത് ആരെങ്കിലും അവരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ്. നമ്പർ 2, ഇടയിൽ കയറി സംസാരിക്കരുത്. മറ്റൊരാളുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇടയിൽ കയറുന്നത് നിന്റെ വാക്കുകൾക്ക് അത്ര വിലയില്ല എന്ന സന്ദേശം നൽകാം. അല്പം ക്ഷമയോടെ കേൾക്കുന്നത് സംഭാഷണത്തെ കൂടുതൽ മനോഹരമാക്കും. നമ്പർ 3, അഭിപ്രായ വ്യത്യാസം ശത്രുതയല്ല. എല്ലാവരും നമ്മളെ പോലെ ചിന്തിക്കില്ല. അതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ അപമാനിക്കുകയല്ല വേണ്ടത്, അഭിപ്രായത്തെ ചോദ്യം ചെയ്യാം, വ്യക്തിയെ അല്ലട്ടോ. നമ്പർ 4, വാക്കുകൾ തിരഞ്ഞെടുക്കുക. ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാം തുറന്നു പറയുന്ന ആളാണ് എന്നിങ്ങനെയുള്ള രീതിയിൽ ആരോടും സംസാരിക്കരുത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാം. പക്ഷേ സത്യം പറയുന്നതും ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നതും രണ്ടാണ്. ഒരേ കാര്യം പോലും സ്നേഹത്തോടെ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും. നമ്പർ 5, പരിഹാസത്തിന് അതിരുണ്ട്. തമാശ നല്ലതാണ്, പക്ഷേ മറ്റൊരാളുടെ ശരീരം, നിറം, സാമ്പത്തിക സ്ഥിതി, വിദ്യാഭ്യാസം, കുടുംബം എന്നിവയെ കളിയാക്കുന്ന തമാശ ഒരിക്കലും ആരോഗ്യകരമല്ല. നമ്മൾ ചിരിക്കുമ്പോൾ മറ്റൊരാൾ ഉള്ളിൽ കരയുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്പർ 6, കോപത്തിൽ സംസാരിക്കരുത്. കോപം വന്നാൽ പറയുന്ന വാക്കുകൾ പിന്നീട് തിരികെ വാങ്ങാൻ കഴിയില്ല. കോപം സ്വാഭാവികമാണ്, പക്ഷേ കോപത്തിന്റെ പേരിൽ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളെ തകർക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് സമയം നിശബ്ദമായിരിക്കൂ, ശേഷം സംസാരിക്കൂ. നമ്പർ 7, സ്വകാര്യ കാര്യങ്ങൾ പൊതുവേദിയിൽ പറയരുത്. ആരെങ്കിലും നിങ്ങളോട് വിശ്വസിച്ച് പറഞ്ഞ കാര്യം മറ്റുള്ളവരോട് പറയുന്നത് വിശ്വാസത്തെ തകർക്കും. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ബന്ധം നിലനിർത്താൻ വളരെ പ്രയാസമാണ്. നമ്പർ 8, നന്ദി പറയാനും ക്ഷമ ചോദിക്കാനും മടി കാണിക്കരുത്. നന്ദി, ക്ഷമിക്കണം, ഈ 2 വാക്കുകൾ ചെറുതാണെന്ന് തോന്നാം, പക്ഷേ ബന്ധങ്ങളെ വീണ്ടും ചേർക്കാൻ ഇവക്ക് കഴിയുന്ന ശക്തി അപാരമാണ്. നമ്പർ 9, എല്ലാവരോടും ഒരേ ബഹുമാനം. നമ്മളെക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ളവരോട് മാത്രം മര്യാദ കാണിക്കുന്നത് യഥാർത്ഥ മര്യാദയല്ല. വീട്ടുജോലിക്കാരൻ, കടയിലെ ജീവനക്കാരൻ, ഡ്രൈവർ, സെക്യൂരിറ്റി ജീവനക്കാരൻ, എല്ലാവരോടും ഒരേ ബഹുമാനം കാണിക്കുന്നവരോടാണ് യഥാർത്ഥത്തിൽ വലിയ മനുഷ്യർ. നമ്പർ 10, സംസാരിക്കുന്നതിന് മുമ്പ് 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് സ്വയം ചോദിക്കൂ: ഇത് സത്യമാണോ? ഇത് ആവശ്യമുള്ളതാണോ? ഇത് മാന്യമായ രീതിയിലാണോ? ഈ 3 ചോദ്യങ്ങൾക്ക് അതെ എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ ആ വാക്കുകൾ പറയൂ. ഡിയർ ഫ്രണ്ട്സ്, സംസാരം എന്നത് ശബ്ദമല്ല, അത് നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ്. വിദ്യയും പണവും പ്രശസ്തിയും ഒരു മനുഷ്യനെ വിജയിപ്പിച്ചേക്കാം, പക്ഷേ അയാളുടെ വാക്കുകളാണ് അയാളെ മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിപ്പിക്കുന്നത്. ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ വാക്കുകൾ ഒരാളെ തകർക്കാനല്ല, ഒരാളെ ഉയർത്താനായിരിക്കട്ടെ. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കൂ. ഓക്കെ, ഇറ്റ്സ് മീ സമീറ, മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.